ക്കുന്ന കാലത്ത് കള്ളന് ആഭരണങ്ങളോട് പക്ഷേ ഒരു കമ്പവുമില്ല കേട്ടോ. പണവും വേണ്ട, ചില പ്രത്യേക സാധനങ്ങളാണ് വീക്ക്നെസ്. അങ്ങനെ ഒരു പ്രത്യേക തര കള്ളൻ നമുക്കൊന്ന് കണ്ടാലോ? തിരുവനന്തപുരം PMG ജംഗ്ഷനിലെ PWD ക്യാൻറ്റീനിലാണ് പലവ്യഞ്ജന കള്ളൻ. കുറേ നാളായ കള്ളൻ്റെ ശല്യം തുടങ്ങിയിട്ട് ആ കള്ളനെ പിടിക്കാൻ ഇവിടെ വല വിരിച്ചു. പക്ഷേ ആ വല പൊട്ടിച്ച് കള്ളൻ ഓടി രക്ഷപ്പെട്ടു. ആ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഏതായാലും ഈ ക്യാൻറ്റീൻ്റെ ഉടമ ശ്യാം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ കള്ളൻ്റെ കഥ? കള്ളൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ഒരു 2 മാസം മുന്നെയാണ് ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മോഷണം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ്. സാധാരണ ശനിയാഴ്ചയാണ് കള്ളൻ കയറുന്നത്. തിങ്കളാഴ്ച രാവിലെ നമ്മുടെ കുക്കുമാരെല്ലാം ചേച്ചിമാരാണ്. ആ ചേച്ചിമാർ രാവിലെ വന്നിട്ട് പറയും പലവചനം ഒന്നും കാണാനില്ല, കൂടുതൽ എണ്ണ, ഒരു 4 കിലോ എണ്ണ, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഉള്ളി, ഇങ്ങനത്തെ കുരുമുളക്, ഇതൊന്നും കാണാനില്ല എന്ന് പറയാം. അപ്പോൾ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. വീണ്ടും അതേപോലെ 2ാമത്തെ ആഴ്ച 3ാമത്തെ ആഴ്ചയും ഇതേ സംവിധാനം. എന്ന് വെച്ചാൽ ശനിയാഴ്ച നമ്മൾ സാധനം വാങ്ങിച്ച് വെക്കുന്നു, തിങ്കളാഴ്ച കാണാനില്ല. സാധാരണയായിട്ട് കീ നമ്മൾ ഇവിടെ തന്നെ സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ ഈ ജനലിനകത്തുനിന്ന് കീ എടുത്തിട്ടാണ് കതവ് തുറന്ന് കയറി നേരെ അവിടുത്തെ ക്യാമറ തിരിച്ചു വെക്കും. ആദ്യം ഒരു ക്യാമറ തിരിക്കും, പിന്നെ 2ാമത്തെ ക്യാമറയും തിരിച്ചിട്ടാണ് ഈ മോഷണം നടത്തുന്നത്. തിരിച്ചു പോകുമ്പോൾ ഈ ക്യാമറ പഴയ രീതിയിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. 2 ആഴ്ച നമ്മൾ കീ അവിടെ വെച്ചില്ല. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ കീ വെച്ചു. അന്ന് പുള്ളി അകത്ത് കയറി സാധനങ്ങൾ എടുക്കുന്ന സമയം ഞാൻ പുറത്തുനിന്ന് വന്ന് ഡോർ ലോക്ക് ചെയ്തു. ഞാൻ വിചാരിച്ചു അതിനകത്ത് ഉള്ളിൽ തന്നെ പുള്ളി കുടുങ്ങിയെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി അതിസാഹസികമായി രക്ഷപ്പെട്ട് കളഞ്ഞു. കാര്യം ഇതിനുള്ളിൽ ലേഡീസ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഒരു റൂമുണ്ട്. അതിനകത്ത് ഇങ്ങനൊരു വഴിയുണ്ടെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു പാനലായിരുന്നു. ആ പാനൽ ചവിട്ടി പൊളിച്ചിട്ടാണ് പുള്ളി രക്ഷപ്പെട്ടത്. ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പോലീസ് പരാതി കൊടുത്ത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ കള്ളൻ ഇതിൽ മറിഞ്ഞ് വീഴുന്ന ഒരു വിഷയമൊക്കെ ഉണ്ട്. അതൊരു ഭയങ്കര രസകരമായിട്ടൊരു കാര്യമാണ്. എപ്പോഴും വന്നിട്ട് ക്യാമറ താഴെ നിന്നാണ് തിരിക്കുന്നത്. ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു. ചെയറിൻ്റെ മുകളിൽ കയറി നിന്ന് തിരിച്ചു. അപ്പോഴാണ് പുള്ളി വഴുതി വീഴുന്നത്. മോഷ്ടിക്കുന്നത് എണ്ണ, പിന്നെ പലവ്യഞ്ജന സാധനങ്ങൾ, അതിനകത്ത് പരിപ്പ്, പിന്നെ കുരുമുളക്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇങ്ങനത്തെ സാധനങ്ങളാണ് എടുക്കുന്നത്. ഇതിൽ ഈ ഏകദേശം എത്ര സാധനങ്ങൾ പോയിട്ടുണ്ടാവും? സാധനം ഒരാഴ്ചയും നമ്മളൊരു ഓരോ വീക്കിലുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. ഏകദേശം ഒരു 4000 രൂപയുടെ സാധനങ്ങൾ ഒരാഴ്ച വാങ്ങും. ഹോട്ടൽ വല്ല നടത്തിപ്പോകാനായിരിക്കും? ഒന്നുകിൽ പുള്ളി ഒരു ചെറിയ ഹോട്ടലും എന്തെങ്കിലും നടത്തുന്ന ഒരാളായിരിക്കാം. തിരുവനന്തപുരം നഗരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പണവും സ്വർണ്ണാഭരണങ്ങളും വാഹനങ്ങളും ഒക്കെ മോഷണം പോയിട്ടുണ്ട്. പക്ഷേ ഒരു പലവ്യഞ്ജന കള്ളൻ ആദ്യമായിട്ടായിരിക്കും. അയാളെ തേടിയാണ് ഇപ്പോൾ നഗരത്തിലെ പോലീസ്